പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. അർജുൻ, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ? രാത്രി പൂനെയിൽ വെച്ച് തന്നെയായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിലാണ് അച്ഛന്റെ മരണവിവരം അത് ഔദ്യോഗികമായി പങ്കുവെച്ചത്. കുറച്ച് ദിവസങ്ങളായി ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിരുന്നു. അത് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ മരണം സംഭവിച്ചു എന്നുള്ള കാര്യം മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിൽ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഹ്രസ്വ സ്റ്റേറ്റ്മെന്റിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ പൂനെയിൽ വെച്ച് തന്നെ, പൂനെയിലെ വൈകുണ്ഠ് ശ്മശാന ഭൂമിയിൽ വെച്ച് തന്നെ, അത് പൂനെയിലെ നാവിപേത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കുടുംബം ഔദ്യോഗികമായി പങ്കുവെച്ചിരിക്കുന്നത്. 83 വയസ്സായിരുന്നു മാധവ് ഗാഡ്ഗിലിന് പ്രായം. നമുക്കറിയാം, ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി, അതിന്റെ വാദങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ പല തലങ്ങൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തു പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട്, അതെല്ലാം തന്നെ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, പ്രത്യേകിച്ചും ഈ പശ്ചിമഘട്ടത്തിൽ വികസന പദ്ധതികൾ എന്നുള്ള പേരിൽ പല നിർമ്മാണങ്ങളും നിർമ്മിക്കുന്നത്, അതെല്ലാം തന്നെ പല വിനാശങ്ങൾക്ക് വഴിവെക്കും, പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാം തന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിൽ നമ്മളൊക്കെ എടുത്തു പറയാറുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്നത്, ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പോലും അങ്ങനെയാണ്. പശ്ചിമഘട്ട ഒരു പ്രണയകഥ എന്നാണ് പുസ്തകത്തിന്റെ പേര്. നിരവധി പുരസ്കാരങ്ങൾ, നിരവധി മേഖലകളിലെ വൈദഗ്ധ്യം തുടങ്ങി അദ്ദേഹത്തെ പ്രശസ്തനാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് അനുസ്മരിക്കാനുണ്ട്.